ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഇതിൻ്റെ സാരാംശം പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കുക എന്നാകുന്നു. ഈ പ്രാർത്ഥന എന്ന പദം ഒറ്റ വാക്കിൽ നിർവചിക്കാവുന്ന ഒന്നല്ല. പ്രാർത്ഥന വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ്. പ്രാർത്ഥന ആവശ്യമുള്ളതുമായി, പ്രാർത്ഥനയുടെ ആവശ്യങ്ങളുമായി ദൈവത്തോട് ബന്ധപ്പെടുന്ന ഏക വഴി പ്രാർത്ഥന മാത്രമാണല്ലോ. അപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും, അതെ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് കർത്താവിൽ നിന്ന് ആലോചന നമുക്ക് തന്ന് നമ്മളെ അങ്ങനെ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മനുഷ്യർക്ക് കൊടുക്കാവുന്നതുമാണ്. അങ്ങനെ കൊടുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഏതൊരു മനുഷ്യനെയും ദൈവിക ബന്ധത്തിൽ നിലനിർത്തുന്ന ഏക വിഷയം പ്രാർത്ഥന മാത്രമാണല്ലോ. ഏതൊരു മനുഷ്യനും തൻ്റെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണെന്നുള്ള കാര്യവും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കതറിയാം. അപ്പോൾ ചിലർക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനുള്ള ഒരു വരമായി തന്നെ നൽകിയിട്ടുണ്ട്. പ്രാർത്ഥന ഒരു വരം കൂടെയാണല്ലോ. ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെ അടിസ്ഥാനവും നിലനിൽപ്പും വിജയവും പഠനത്തെക്കാൾ ഉപരി പ്രാർത്ഥനയാണ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണെന്ന് ഒരിക്കൽ ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചില്ല എങ്കിൽ ഏത് പ്രസംഗിയും ഏത് പ്രവാചകനും ഏത് ശുശ്രൂഷകനും വീണു പോകുന്നു വരാം. എന്നാൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും വീഴുകയില്ല. ശരീര വളർച്ചയ്ക്കും നിലനിൽപ്പിനുമുള്ള പോഷകമാണ് ഭക്ഷണപാനീയങ്ങളും. അതുപോലെ അകത്തെ മനുഷ്യനായ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇങ്ങനെ രഹസ്യവും പരസ്യവുമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ വളരണം. അവൻ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് വളരണം, വചനധ്യാനം കൊണ്ട് വളരണം. അതിന് വളർച്ച പ്രാപിച്ചെങ്കിലല്ലേ ക്രിസ്തു വന്ന് തലയോളം വളരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പ്രാർത്ഥനയും വചനധ്യാനവുമാണ്. പ്രാർത്ഥനയില്ലാത്ത ക്രിസ്തീയ ജീവിതം മരുഭൂമിയിലെ കരിഞ്ഞ ചെടി പോലെ ആയിരിക്കും. എത്രമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം നാം ആത്മീകമായി വളരുകയും ദൈവരാജ്യത്തിൽ എത്തുകയും ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് മാത്രമേ പ്രാർത്ഥനയുടെ ആവശ്യമുള്ളൂ. സ്വർഗത്തിൽ നാം എത്തിയാൽ പിന്നെ പ്രാർത്ഥനയില്ല. അത് മനസ്സിലാക്കി ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം, സമയമെടുത്ത് പ്രാർത്ഥിക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാം, മുട്ടുമടക്കി പ്രാർത്ഥിക്കാം, കസേരയിരുന്ന് പ്രാർത്ഥിക്കാം. അതും വയ്യാത്തവർക്ക് കിടന്നോ നടന്നോ ഇരുന്നോ എങ്ങനെ വേണേലും പ്രാർത്ഥനയിൽ ദൈവത്തോട് അത് കൂടെ ആയിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കലാണ് കർത്താവ് വരുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സലിയുന്ന ദൈവം, പ്രാർത്ഥനയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണല്ലോ നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഇത്രകാലം അനുഗ്രഹമാക്കി തന്നത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് മാത്രമേ പ്രാർത്ഥനയുടെ ആവശ്യമുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ. സ്വർഗത്തിൽ നാം എത്തിയാൽ പിന്നെ പ്രാർത്ഥനയില്ല. ലഭിച്ച പ്രതിഫലത്തിന് നന്ദി കരറ്റുന്ന ആരാധനയും സ്തുതിയും സ്തോത്രവും സന്തോഷത്താലും ആനന്ദത്താലുമുള്ള ഹല്ലേലൂയയുള്ളതായ ദൈവകൃപ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കട്ടെ. അപ്പം ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഭാഷയാണെങ്കിൽ ആ ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തെ സ്തുതിക്കാം. അതേ, കർത്താവ് നമ്മളെ സഹായിപ്പാൻ ശക്തനാണ്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ്. ഞാൻ സ്വർഗീയ പ്രത്യാശയിൽ നിലനിൽക്കണമെങ്കിൽ ഏതു നേരത്തും ആത്മാവിൽ വേണം പ്രാർത്ഥിക്കാൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് താൻ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. അതാ ഭേദാഭേദങ്ങളെ വിവേചിച്ച് ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിനോട് യാചിച്ചാൽ
ആത്മാവിനെ ധാരാളമായി നമുക്ക് തരുവാനിടയായിത്തീരും. അങ്ങനെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. എല്ലാവരും നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. പ്രത്യേകിച്ചും ശുശ്രൂഷകന്മാർ പ്രത്യാശയുള്ളവരായിരിക്കണം. അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കണം. അങ്ങനെയാണല്ലോ നാം കുറിവാക്യം വായിച്ചത്. യേശു ദൈവപുത്രനായിരുന്നിട്ട് പോലും രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതായ വചനത്തിൽ കാണുന്നുണ്ട്. കർത്താവായ യേശു പോലും ഏതൊരു ശുശ്രൂഷയും ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രാർത്ഥിച്ചതായി നാം മനസ്സിലാക്കുന്നു. ആരോട് പ്രാർത്ഥിക്കണം? പിതാവാം ദൈവത്തോട്. ഏത് നാമത്തിൽ പ്രാർത്ഥിക്കണം? പുത്രൻ്റെ നാമത്തിൽ. എങ്ങനെ പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണം. കൃപ കൊണ്ടിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.